അങ്ങനെ അനോമി എന്ന ചിത്രം കണ്ട് കുറച്ച് ദിവസമായി. റിവ്യൂ ഇടാണ്ട് സമയം കിട്ടിയില്ല എന്നാണ് സത്യം. കാരണം നോക്കിയപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കുറേ അക്കൗണ്ടുകളിൽ നിന്ന് മോശം അഭിപ്രായം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ മോശം അഭിപ്രായം പറഞ്ഞു. ചിത്രം മോശമാണ്, ബോറടിക്കുന്നത്, സീരിയൽ നിലവാരം എന്ന് പറയുന്നത്. ഈ സീരിയൽ നിലവാരം എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത്ര മികച്ച ടെക്നിക്കൽ പെർഫെക്ഷനോടെ, ഇത്ര മികച്ച മേക്കിങ്ങോടെ ഏത് സീരിയലാണ് സംപ്രേഷണം ചെയ്യുന്നത്, ഏത് ചാനലിൽ ഒന്ന് കാണിച്ചു തരാൻ പറ്റും? അപ്പോൾ വളരെ വിമർശനകരമായിട്ടുള്ള കുറേ അഭിപ്രായങ്ങൾ ഈ ചിത്രത്തിൻ്റെ വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗുണ്ട്. ആദ്യ പകുതിയിൽ കുറച്ച് ലാഗുണ്ട് സിനിമക്ക്. കുറച്ചും കൂടി ഒന്ന് എഡിറ്റിങ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫായി മാറാൻ കഴിയുന്നൊരു സിനിമയായിരുന്നു അനോമി. അതിനർത്ഥം ഇപ്പോൾ അത് മോശമാണെന്നല്ല, കുറച്ച് സ്ലോ സ്പേസിൽ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രീതിയാണ് സിനിമ അവലംബിക്കുന്നത്. ഗംഭീര ഫോട്ടോഗ്രാഫിയാണ് സിനിമയുടെ. അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതം, നമ്മൾ ഡോൾബി അറ്റ്മോസ്ഫിയറിലൊക്കെ കാണുന്നതാണെങ്കിൽ നമ്മൾ ആ ശബ്ദത്തിൻ്റെ മാന്ത്രികത നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ഗംഭീരമായിട്ട് അതിൻ്റെ DOP ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയാൻ ഒരുപാട് മികവുള്ളൊരു സിനിമയാണ് അനോമി. പ്രകടനത്തിലാണെങ്കിൽ റഹ്മാൻ, ഭാവനയൊക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. സ്വന്തം അനിയൻ മരിച്ച ശേഷം തൻ്റെ അങ്കിളിനോട് പറഞ്ഞ് കരയുന്നൊരു സീൻ ഭാവനയുണ്ട്. അത് നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഭാവന. അതുപോലെ തന്നെ റഹ്മാൻ എന്തുകൊണ്ടാണ് മലയാള സിനിമ ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കാത്തതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വന്ന് സ്ക്രീനിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനൊരു സ്ക്രീൻ പ്രസൻസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. ഗംഭീരമായിട്ട് തന്നെ റഹ്മാൻ ആ റോള് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും തിയേറ്ററിൽ മാത്രം കാണാൻ കഴിയുന്നൊരു സിനിമയാണ് അനോമി. അത് OTTയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്ര മനോഹാരിത തോന്നില്ല. നമുക്ക് ആ ഫ്രെയിംസിൻ്റെയും സൗണ്ട് സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രത്യേകത കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. എന്തായാലും ഞാനിപ്പോൾ 2 ദിവസം അനോമിയെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായത്, ആദ്യത്തെ ഒരു ഷോക്ക് വളരെ ഷോ കഴിഞ്ഞപ്പോൾ മോശം അഭിപ്രായങ്ങളായിരുന്നു. ഇപ്പോൾ അത് മാറി കളക്ഷൻ കൂടുന്നുണ്ട് തിയേറ്ററിൽ. നല്ല കളക്ഷനോട് തന്നെ അനോമി സ്ക്രീൻ സ്പേസ് കൂട്ടുകയും ചെയ്യുന്നുണ്ട് സിനിമ. ഇപ്പോൾ 2 ഷോ ആയിരുന്ന സിനിമയൊക്കെ 3 ഷോ ആയി മാറി. അങ്ങനെ ഒരു തിയേറ്ററിൽ 2 ഷോ കളിച്ചിരുന്നത് ഇപ്പോൾ 3 ഷോ ആയിട്ട് മാറിയിട്ടുണ്ട്, 4 ഷോ ആയിട്ട് മാറുന്നുണ്ട്. ഹൗസ്ഫുൾ ബോർഡുകൾ ഉയരുന്നുണ്ട്. സിനിമയായാലും ഗംഭീര സിനിമാറ്റിക് അനുഭവം നൽകുന്ന സിനിമയാണ്. എന്തായാലും ചിത്രം എന്താ പറയുന്നത്, വ്യാജ പ്രചരണം അതിജീവിച്ച് തിയേറ്ററിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.